ചേട്ടാ എന്നിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 12:30 മണിക്ക് അന്നത്തെ ദിവസം രാത്രി 12:30 മണിക്ക് ഈ സിനിമ കണ്ടിട്ട് വെളുപ്പാങ്കാലം 6 മണിക്ക് അഭിജിത്തിനെ വിളിച്ച് പറയുക, അഭിജിത്തെ പൈസ ഉണ്ടോ ഇല്ലേന്നല്ല, പൈസ കിട്ടുമോ ഇല്ലേന്നല്ല, ഈ സിനിമ നമ്മൾ ചെയ്യുന്നു. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനായി നിന്നുകൊണ്ട് PR ആയതുകൊണ്ട് ഞാൻ പറയാം, കണ്ടതുകൊണ്ട് ഫൈനൽ മിക്സിംഗ് അല്ല ഞാൻ കണ്ടത്, പക്ഷെ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ. ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന വ്യക്തി പോലും, ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അദ്ദേഹം പോലും പ്രതിഫലം വേണ്ട അതിച്ഛിക്കാതെയാണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, അത്യുഗ്രമായ സിനിമയാണ്. ഇവരെല്ലാം സാധാരണ ഒരു സിനിമയ്ക്ക് പറയുന്ന പോലെ ചെറുത് 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 എന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊരു പ്രസ് മീറ്റ് വിളിക്കണം എന്നുള്ളത്. അപ്പം വീണ്ടും അത് ചോദിച്ചു, ചേട്ടാ നമ്മുടെ സിനിമയ്ക്ക് പ്രസ് മീറ്റ് വേണോ? ഞാൻ പറഞ്ഞു വേണം. കാരണം ഇത്രയും അംഗീകാരങ്ങൾ നേടിയ ഒരു സിനിമ ഇത് കണ്ടാൽ ആർക്കും ഒരു പ്രേക്ഷകനും ഇതിനെപ്പറ്റി ഒരു മോശം പറയാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പോഴും അഭിജിത്തിന്റെ കൂട്ടുകാരും ഈ സിനിമയോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പൊ ആ യാത്രയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ മാറിയിട്ടുള്ളൂ. അപ്പൊ വീണ്ടും അഭിജിത്ത് ചോദിച്ചു, ചേട്ടാ നമ്മൾ വിളിച്ചാൽ മീഡിയക്കാർ വരൂ, ചേട്ടൻ അത് ഇത്രയും നമ്മൾ വിളിച്ചാൽ വരും? ഞാൻ പറഞ്ഞു, സിനിമയാണ് അവരുടെയും ജീവിതത്തിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. അവർ വരുമാന സ്രോതസ്സിന് അപ്പുറം നല്ല സിനിമയോടൊപ്പം നല്ല കലാകാരന്മാരോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓരോ മീഡിയക്കാരും അവരുടെ ചങ്ക് പറിച്ച് ഇവിടെ എത്തും എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന കൂട്ടായ്മയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങളും നമ്മുടെ സംവിധായകനോടും ഒപ്പം താരങ്ങളോടും ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു.